അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള മിനി വ്ളോഗിലോട്ട് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമോജി ആയിട്ട് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ ഞാൻ ഈ വൈകുന്നേരം വന്നിട്ടുള്ളത് നമ്മുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ആ ഫിൽറ്ററിലിരിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ഞാനൊരു വലിയൊരു കുടുക്കയിലോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കരഞ്ഞെടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്നാൽ പിന്നെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ സ്കൂൾ കൊണ്ടുപോകുമ്പോഴും പണിക്ക് കാക്കാക്ക് പോകുമ്പോഴും പിന്നെ അതേപോലെ നമ്മൾ ജഗ്ഗിലൊക്കെ നിറച്ചേക്കാനൊക്കെ എടുക്കുമ്പോൾ പിന്നെ തിളപ്പിച്ച് ചൂടാറി വെള്ളം കൊടുക്കാമല്ലോ. അപ്പോൾ എളുപ്പമാണല്ലോ, പെട്ടെന്ന് രാവിലെ ആകുമ്പോഴത്തേന് ചൂടാറി കിട്ടിക്കോളല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നും ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് വെള്ളം കണ്ട് മാറ്റി കൊടുത്തുകൊണ്ട് ബോക്സ് നമ്മൾ ഫിൽറ്ററിൻ്റെ ബോക്സ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് കുറ്റിയിരിക്കുന്നത്, അതും എടുത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കുറ്റിയൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റി നമ്മൾ പുതിയതായിട്ട് ഇടുമ്പോൾ ഒരു വെള്ള കളറാവും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ മഞ്ഞ കളറാവട്ടെ. പക്ഷേ അപ്പോൾ ഇതിന് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാലും അത് നല്ലോണം ഒന്ന് വരുത്തി അത് വൃത്തിയാക്കിയതിന് ശേഷം അത് അയത്തിനിട്ടുകൊണ്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ നിറഞ്ഞോളൂ. ഓട്ടോമാറ്റിക് അത് ഓഫാക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അതങ്ങനെ നിറഞ്ഞ് നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിൽറ്ററൊക്കെ അവിടെ നല്ല സെറ്റ് ആയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളം എടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സംതൃപ്തി അല്ലേ. അതേപോലെ ഇന്നിപ്പോൾ ഫിൽറ്ററൊക്കെ ഒന്ന് കഴുകി ഇന്ന് അതിന് വെള്ളം എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സുഖമാണ് കേട്ടോ. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ വീണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ബോക്സൊക്കെ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ തലേന്ന് ഒന്നുകൂടി വൃത്തിയാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട.